ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ സർവീസായിട്ട് നമ്മൾ വർക്കിന് ആയിട്ടുണ്ട് കേട്ടോ. നിലവിൽ നമുക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, അതേപോലെ സ്പീഡോമീറ്റർ വർക്കുള്ള അതൊന്നും ചെക്ക് ചെയ്യണം. ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു ഗട്ടറിൽ ചാടുമ്പോൾ കുടുക്കം അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഓയിലിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമുക്കൊരു 500 കിലോമീറ്റർ കൂടെയൊക്കെ ഓടാനുണ്ട്. പക്ഷേ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് എത്ര ഓടിയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ കളർ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തെറ്റ് പറയാനൊന്നുമില്ല. പക്ഷേ കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. 3000 കിലോമീറ്ററാണ് ഓടാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റിക്കളയാം. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്താൽ മതി. ബാക്കിലത്തെ ടയർ നിസ്സാരം കൂടിയാണ് ഓടാനുള്ളത്. സൈഡ് ഗ്രൂ നോക്കേണ്ട, സെൻറ്റർ ഭാഗത്ത് പിടുത്തം കുറവായിട്ടുണ്ട്. കമ്പനി വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് ചെറിയ കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇത്ര ഷേക്ക് കാണിക്കുന്നുണ്ട്. അത് ലീക്കേജ് ഒന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ടെസ്റ്റ് വർക്കിന് കയറുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് ഉണ്ട്. ആ കവർ ഗ്യാസ്കറ്റ് മാറ്റി കൈയോടെ നമുക്ക് റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ബെൻഡക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ ഷോക്ക് നമുക്ക് ലീക്കാണ്, കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. ബുഷൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ ടെസ്റ്റ് വർക്കിനായിട്ട് കയറ്റുമ്പോൾ എന്തെങ്കിലും വണ്ടി ഫുള്ളായിട്ട് അയക്കേണ്ടി വരും. ആ കൂട്ടത്തിലൊക്കെ ഈ ഡാമേജുള്ള ഭാഗങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗൺ പിനിയൻ സെറ്റ് മാറണം. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കേബിൾ മാറ്റി ക്രൗൺ പിനിയൻ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. പിന്നെ ഉള്ളത് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷനും വളരെ മോശമാണ്. അത് ഇപ്പം മാറ്റണമെന്നില്ല. ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എന്തായാലും ഫുള്ള് തീർന്നതാണ്. എന്തായാലും ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഫ്രണ്ടും ബാക്കും ടയർ സെറ്റൊക്കെ നമുക്ക് ക്ലിയർ ആക്കേണ്ടി വരും, കറക്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലൂടെ ചെയ്താലും മതി. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പുതിയ ബാറ്ററി ഇരിക്കണേ 2025 ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. 13 വോൾട്ട് വരെ കാണിക്കണൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് സ്പോഞ്ച് ടൈപ്പാണ്, അത് ഇടയ്ക്ക് ഡാമേജ് വന്നാണ്. അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ മാറ്റിയിട്ടേക്കാം. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓയിലിൽ വലിയ ഇഷ്യൂ തോന്നില്ല. കാരണം കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ അഴുക്ക് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കളർ ചേഞ്ച് വരാത്തത്. പക്ഷേ അത് നമ്മൾ നോക്കരുത്. എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സർവീസും ഇപ്പോൾ അടുത്ത കിലോമീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2500 കിലോമീറ്റർ മുകളിലാണ് ഇപ്പോൾ വന്നേക്കണേ. പക്ഷേ മീറ്ററില്ലാണ്ട് ഓടിയിട്ട് എത്ര ഓടിയുണ്ട് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ വാട്സാപ്പിനകത്തേക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം. എസ്റ്റിമേറ്റ് ഞാൻ എഞ്ചിൻ ഓയിൽ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ.